എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഒരു ചർച്ചാ വിഷയം ഒരു ക്യാൻസർ എന്നുള്ളൊരു അസുഖമായിട്ട് മാത്രം ബന്ധപ്പെടുത്താൻ പറ്റുന്നതല്ല, എന്നാൽ അതിൻ്റെ ഒരു മെയിൻ കോസായിട്ട് കൂടി പറയപ്പെടുന്ന പുകവലിയും പുകയിലയും അതിനെക്കുറിച്ചിട്ടുള്ള നമ്മൾക്ക് നിർത്താൻ എങ്ങനെ സഹായിക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ തുടങ്ങുന്നു എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ളൊരു ചർച്ചയാണ്. ഇത് എന്തുകൊണ്ടാണ് ഈ വിഷയം പ്രാധാന്യമുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ ഒ പിയിൽ കാണുന്ന പകുതിയിൽ കൂടുതൽ ലങ് ക്യാൻസറും വായയുടെ ക്യാൻസറുകളും ഒക്കെ പുകവലി കാരണം തന്നെയാണ്. അപ്പോൾ പുകവലി എന്നുള്ള സംഭവം, അല്ലെങ്കിൽ പുകയില, അല്ലെങ്കിൽ ഏത് രൂപത്തിലും ആയിക്കോട്ടെ, ഇപ്പോൾ പുതിയ പുതിയ രൂപങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് ഏത് രൂപം ആയിക്കോട്ടെ, അത് തടഞ്ഞാൽ തന്നെ നമ്മുടെ ബേർഡൻ, ഒരു ക്യാൻസർ ബേർഡൻ ഒരു 30-40% നമുക്ക് കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. പക്ഷേ ക്യാൻസർ എന്നുള്ളൊരു മഹാമാരി അല്ലാതെ തന്നെ ഒരു പുകവലി കാരണം അറ്റാക്ക് ആയിക്കോട്ടെ, സ്ട്രോക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ ഞങ്ങൾക്ക് മെഡിസിൻ പഠിക്കുമ്പോണ്ട് പുകവലി കാരണം വരാത്തൊരു അസുഖത്തിൻ്റെ പേര് പറയാൻ പറയും. അപ്പോൾ അങ്ങനത്തെ ഒരു അസുഖം സാധാരണ ഇല്ല. ആകെ ഉള്ളത് പ്രഗ്നൻസി ആണെന്ന് പറയാം. പുകവലിച്ചാൽ പ്രഗ്നൻസി വരുന്നത്, ബാക്കിയുള്ളതൊക്കെ പുകവലി കാരണം ഉണ്ടാവുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ ബോധവൽക്കരണം, കുട്ടികളാവട്ടെ പ്രായമുള്ളവരാവട്ടെ, പുരുഷനോ സ്ത്രീയോ ആരായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള ബോധവൽക്കരണം ഭയങ്കര പ്രധാനമാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാതെ ഇന്ന് ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പേർട്ടായിട്ട് നമ്മുടെ കൂടെ ശില്പ എന്ന് പറയുന്ന സൈക്കോ ഓൺകോളജി ഹെഡും MVRലെ കൺസൾട്ടൻറ്റുമായിട്ടുള്ള മാഡം നമ്മുടെ കൂടെ ഉള്ളത്. മാഡത്തിൻ്റെ അടുത്ത് നമുക്ക് ഈ പുകവലിയുടെ നമ്മൾ എന്തുകൊണ്ട് ഈ അഡിക്ഷൻ വരുന്നു എന്നും, എങ്ങനെ അത് തടയാൻ പറ്റുന്നു, അല്ലെങ്കിൽ അതെങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുന്നു, നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം. വെൽക്കം ശില്പ. ശില്പ, നേരത്തെ പറഞ്ഞ മാതിരി നമ്മളൊരു ഇതൊക്കെ ചെയ്യാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതൊക്കെ മോശമാണ്. ഇപ്പോൾ നമ്മൾ സിനിമകളുടെ മുമ്പിലൊക്കെ എഴുതി കാണിക്കുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്കെല്ലാം അറിയാമെങ്കിലും, പക്ഷേ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും അയാൾക്ക് തോന്നുകയാണ് എനിക്ക് പുകവലിക്കണം. അപ്പോൾ ഇതിൻ്റെ പേര് അഡിക്ഷൻ എന്നാണ്. അപ്പോൾ ഈ അഡിക്ഷൻ അഥവാ ഈ ശീലം, അപ്പോൾ ഈ അഡിക്ഷൻ എന്തുകൊണ്ടാണ് ശരിക്കും ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ബിഹേവിയറൽ ആസ്പെക്റ്റ് ഓഫ് അഡിക്ഷൻ? ബിഹേവിയറൽ ആസ്പെക്ട് ഓഫ് അഡിക്ഷൻ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പം അതിൻ്റെ ആ ഒരു ഇന്റേർണലി നടക്കുന്ന, നമുക്കകത്ത് ബയോളജിക്കലി നടക്കുന്ന ഒരു മെക്കാനിസം എന്നുള്ള രീതിയിലും കൂടി അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. സോ അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഏതൊരു സാധനം ആയിക്കോട്ടെ, അത് ആൽക്കഹോൾ, ടൊബാക്കോ എന്താണെന്നുണ്ടെങ്കിലും, അത് ഫോളോ ചെയ്യുന്ന മെക്കാനിസം നമ്മുടെ ബ്രെയിനിൻ്റെ പ്ലഷർ സെൻറ്റേഴ്സിനെ അതിനെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു പ്ലഷർ സെൻറ്റേഴ്സ് നമ്മുടെ ബ്രെയിനിലുള്ളതും അതിൻ്റെ ആക്ടിവേഷനും ഒക്കെ വളരെ നോർമലായിട്ടുള്ള പ്രോസസ്സസ് ആണ്. ഒരു ആളൊരു ശീലം പഠിക്കുന്നത് നമുക്കിതുപോലെ ഒരു പോസിറ്റീവായിട്ടുള്ള പ്ലഷർ കിട്ടുന്നത് കൊണ്ടാകും. ഇപ്പം കുട്ടികളുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ നമ്മളൊരു ശീലം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അവർ ആ ഒരു ബിഹേവിയർ നല്ലത് ചെയ്യുമ്പോൾ നമ്മളവരെ റിവാർഡ് ചെയ്യുന്നു. അപ്പോൾ അവർക്കൊരു പ്ലഷർ തോന്നുന്നു. അപ്പോൾ ആ ചെയ്ത ബിഹേവിയർ വീണ്ടും വീണ്ടും ചെയ്യാനുള്ള അവർക്കൊരു മോട്ടിവേഷൻ ഉണ്ടാകുന്നു. സെയിം ഒരു തെറ്റായ ബിഹേവിയർ ചെയ്യുമ്പോൾ നമ്മൾ അവരെ അവിടെ പണിഷ് ചെയ്യുന്നു, അവിടെ ആ പ്ലഷറിനെ കട്ട് ഓഫ് ചെയ്യുന്നു. സോ നമ്മൾ ആ ഒരു ശീലം ഉണ്ടാവാതിരിക്കാൻ അത് അവിടെ കട്ട് ഓഫ് ചെയ്ത് പോകുന്നു. ഇതേ സാധനത്തിൻ്റെ ഈ ബയോളജിക്കൽ മെക്കാനിസത്തിനെ ഒരു സബ്സ്റ്റൻസ് ട്രിഗർ ചെയ്യാൻ തുടങ്ങിയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമ്മീഡിയറ്റ് പ്ലഷർ നമുക്ക് തരാനായിട്ട് തുടങ്ങുകയും ചെയ്യുമ്പോഴാണ് അതൊരു അഡിക്ഷൻ ആയിട്ട് മാറുന്നത്. ഇവിടെ ടൊബാക്കോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ, നിക്കോട്ടീൻ എന്ന് പറയുന്ന ആ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് നമ്മുടെ ബ്രെയിനിലെ ഈ പറയുന്ന പ്ലഷർ സെൻറ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. സോ ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് ഇത് വളരെ ക്വിക്കലി ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലൂടെയാണ് അത് ഉള്ളിലേക്ക് കടക്കുന്നത്. ബ്ലഡിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ കണ്ടന്റ് മിക്സ് ആവുന്നു. അത് അതേപടി ബ്രെയിനിലേക്ക് പോകുന്നു. ബ്രെയിനിൽ അവിടെ ആ നിക്കോട്ടീൻ പ്ലഷർ സെൻറ്ററിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അത് ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആൾക്ക് ഒരു പ്ലഷർ ഫീൽ ചെയ്യുന്നു. ഈ പ്ലഷർ അയാൾ സബ്ജക്റ്റീവ്ലി ഫീൽ ചെയ്യുന്നത്, സബ്ജക്റ്റീവ്ലി എന്ന് പറയുമ്പോൾ അയാൾ സ്വയം ഫീൽ ചെയ്യുന്നത് ഒന്നെങ്കിൽ ഒരു ഇൻറ്റൻസ് പ്ലഷറായിട്ട് തന്നെയോ, അല്ലെങ്കിൽ അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയുന്ന പോലെ തോന്നുകയും, അല്ലെങ്കിൽ അയാൾക്കൊരു നെഗറ്റീവ് ഇമോഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് മങ്ങുന്ന പോലെ അയാൾക്ക് തോന്നുകയായിരിക്കും ചെയ്യുന്നത്. എന്ത് തന്നെ ആയിക്കോട്ടെ, അവിടെ ഒരു പ്ലഷർ എലിസിറ്റ് ചെയ്യാൻ ഈ സബ്സ്റ്റൻസിന് സാധിച്ചു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അയാൾ കണക്ട് ചെയ്യുകയാണ്, ഇത് എൻ്റെ ബോഡിയിൽ ആ ഒരു പ്ലഷർ ഉണ്ടാക്കുന്നു, എന്നെ റിലാക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. സോ റിപ്പീറ്റഡ്ലി അത് ഉപയോഗിക്കാൻ അയാൾക്കൊരു റിവാർഡ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് അഡിക്ഷൻ എന്നുള്ളൊരു പ്രോസസ്സ് വർക്ക് ആവുന്നത്. ആൻഡ് സർ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഫിസിക്കലി നമുക്ക് ഉണ്ടാവാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ അറിയാത്തത് കൊണ്ടോ,
അല്ലെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് അവയർനെസ് ഇല്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നത്. ആ ഒരു നിമിഷ നേരത്തേക്ക് എനിക്ക് കിട്ടാവുന്ന പ്ലഷർ, അതിനെ ഞാൻ വീണ്ടും വീണ്ടും സീക്ക് ചെയ്യാണ്. അതേസമയം ഇത് നിർത്തിക്കഴിയുമ്പോൾ അപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതിനെ വരാതിരിക്കാൻ വേണ്ടി കൂടെ ഞാൻ ശ്രമിക്കുകയാണ്. ഞാൻ സിഗരറ്റ് വലിക്കുമ്പോൾ പ്ലഷർ കിട്ടുന്നു, ആൻഡ് അത് വലിക്കാതിരിക്കുമ്പോൾ പ്ലഷർ കിട്ടുന്നില്ല എന്നുള്ളതിനെ ഞാൻ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഞാൻ വീണ്ടും ഒരു സിഗരറ്റ് കത്തിച്ചുകൊണ്ട് ഇതൊരു സൈക്കിളായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് അഡിക്ഷൻ ഉണ്ടാകുന്നത്. പ്രധാനമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ശീലം, അഡിക്ഷൻ എന്ന് പറഞ്ഞത് ശരിക്കും മോശമല്ല. അപ്പോൾ നമ്മൾ ഒരു അർണോൾഡ് ഷ്വാസ്നേഗർ എന്ന് പറഞ്ഞ ആളുടെ പേര് കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല. അതിലെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ജിം അഡിക്ഷൻ ആയിരുന്നു. അദ്ദേഹം അത്രയും മണിക്കൂർ ജിമ്മിൽ ചെലവഴിച്ചിരുന്ന പറഞ്ഞത്. അപ്പോൾ യുഎസ് ഒരു വലിയ ബോഡി ബിൽഡറാണ് അദ്ദേഹം. അപ്പോൾ അഡിക്ഷനിൽ നല്ലതും മോശവും തിരഞ്ഞെടുക്കാൻ നമ്മൾ ഭൂരിഭാഗം പേർക്കും അറിയുന്നില്ല. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതാണല്ലോ നമുക്ക് ഈ ചീത്ത ശീലങ്ങൾ വരുന്നത്. അഡിക്ഷൻ ഇൻഹെറന്റ്ലി, ആ വാക്കിന് അർത്ഥം തന്നെ അതിന്റെ മേലെ നമ്മൾ ഡിപ്പെൻഡഡ് ആയി പോകുന്നു എന്നുള്ളതാണ്. അതായത് ഞാൻ അത് വലിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുകയല്ല, മറിച്ച് അത് ചെയ്യാതിരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. അവിടെയാണ് അത് അഡിക്ഷൻ ആയിട്ട് മാറുന്നത്. അതുവരേക്കും അതൊരു ശീലമാണ്. ഞാൻ കത്തിക്കണോ വേണ്ടയോ എന്റെ മനസ്സിലൊരു തോട്ട് പ്രോസസ്സ് നടക്കുന്നുണ്ട്. വേണ്ട എന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ വേണ്ടെന്ന് വെക്കുന്നു. അവിടെ അത് അഡിക്ഷൻ എന്നുള്ള ലെവലിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ഇത് വളരെ സ്ലോലി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. എപ്പോ എന്റെ ഒരു ഞാൻ അതൊന്ന് ട്രൈ ചെയ്യുന്നു എന്നുള്ളതിൽ നിന്ന് ഞാൻ എപ്പോ ഫുള്ളി അഡിക്റ്റഡ് ആയി പോകുന്നു എന്നുള്ളതിലേക്കുള്ള ദൂരം അത് വളരെ ചെറുതാണ്. ഞാൻ പോലും അറിയാതെ എന്റെ ബോഡിയിൽ, എന്റെ മൈൻഡിൽ സംഭവിക്കുന്നതും ആയിരിക്കാം. അതാണ് അഡിക്ഷന്റെ ഒരു ഇൻഹെറന്റ് ആയിട്ടുള്ള പ്രശ്നം. മനസ്സിലായി. അപ്പോൾ അതിന്റെ അർത്ഥം നമ്മളിപ്പോൾ ഈ ശീലം അല്ലെങ്കിൽ ഇപ്പോൾ ഈ അഡിക്ഷൻസ് അല്ലെങ്കിൽ ഈ പുകവലിക്കലോ അല്ലെങ്കിൽ മദ്യപാനം എന്തുവേണേ ആയിക്കോട്ടെ, അപ്പോൾ അത് തുടങ്ങാതിരിക്കുകയാണ് ശരിക്കും ഇതിനുള്ള ഏറ്റവും വലിയ പ്രതിവിധി, അല്ലേ? അതെ, തുടങ്ങാതിരിക്കുക എന്നുള്ളതാണ് ദ ബെസ്റ്റ് തിങ് ടു ഡു. പക്ഷേ പലപ്പോഴും അതൊരു ട്രയല് കൂടെ ചെയ്യാതിരുന്നാൽ ജീവിതത്തിനൊരു രസമുള്ളത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അത് കൊമേഡിക്കാണ് ഞാൻ അതിനെ പറ്റി ആലോചിക്കുമ്പോൾ. ബിക്കോസ് ഇതൊക്കെ ആണ് ഞാൻ എന്തെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ ഇത് ചെയ്തില്ലെങ്കിൽ, ലൈഫിൽ എന്തോ എൻജോയ്മെന്റിനുള്ള ഫാക്ടേഴ്സ് എന്നൊക്കെയുള്ള ഒരു മിഥ്യാധാരണയാണത്. അപ്പോൾ അത് ഒരു തവണ ഉപയോഗിച്ച് ട്രൈ ചെയ്യുന്നു എന്നുള്ളത് കുഴപ്പമില്ല എന്നല്ല പറയുന്നത്. പക്ഷേ അത് നമ്മളെ കീഴടക്കാൻ തുടങ്ങുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഞാൻ മദ്യം കഴിക്കുന്നതും മദ്യം എന്നെ കഴിക്കുന്നതും എന്ന് പറയുന്ന ഒരു ഉദാഹരണം. എപ്പോഴാണ് എന്റെ ശീലം എനിക്ക് മേലേക്ക് വരുന്നത്, അതായത് എന്റെ ചിന്തകൾ പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, മുകളിലേക്ക് വരുന്നത്, അവിടെയാണ് പ്രശ്നം. ആൻഡ് ഇത് രണ്ടും തിരിച്ചറിയാൻ നമുക്ക് പറ്റിക്കൊള്ളണം എന്നില്ല. അത് ഞാൻ ഇപ്പൊ നിർത്തുമെന്നോ ഞാൻ അഡിക്റ്റഡ് അല്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ചാൽ പോലും ശരിക്കും നമ്മൾ അഡിക്റ്റഡ് ആണോ അല്ലയോ എൻ്റയർലി ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സാധാരണയായിട്ട് ഇപ്പൊ ഒരു ഏത് പ്രായക്കാരാണ് പൊതുവെ നമ്മളൊരു ഇങ്ങനെ ഇപ്പൊ ഈ പുകവലിയുടെ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ടൊബാക്കോ യൂസ് ആക്കാം. അപ്പോൾ നമ്മൾ ഏത് പ്രായക്കാരിലാണ് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത്? ഈ ഏറ്റവും ഏത് പ്രായത്തിൽ വലിക്കും, 70 വയസ്സിൽ വലിച്ചാലും അത് മോശമാണെങ്കിലും നമ്മൾ ഏറ്റവും ഊന്നൽ കൊടുക്കേണ്ടത് നമ്മുടെ പോപ്പുലേഷനിൽ ഏത് പ്രായക്കാരെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാതിരിക്കാനുള്ളതാണ് ഇമ്പോർട്ടന്റ് തിങ്. സോ നമ്മുടെ കുട്ടികളെയാണ് നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ളത്. അവരിൽ ഈ ശീലം വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർ തുടങ്ങാതിരിക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യം. രണ്ടാമത്തേത്, തുടങ്ങിയിട്ടുള്ള ആളുകൾ, അതായത് അവർ ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലായിരിക്കും, മേ ബി അവർ ഓൾറെഡി അഡിക്റ്റഡ് ആണ്, അവർക്ക് അതിൽ നിന്ന് തിരിച്ചു വരാൻ സാധിക്കുന്നുണ്ടോ? അവരെ അഡിക്ഷൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കി അവരെ ഉപയോഗിക്കാത്ത ഒരു രീതിയിലേക്ക്, ക്വിറ്റ് എന്നുള്ള ആ ഒരു പോയിന്റിലേക്ക് അവരെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത്. ഇനി അതല്ല, ഒട്ടും സാധിക്കാത്ത ഒരു 70 വയസ്സുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും വലിക്കുന്നത് അയാൾക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അയാൾക്ക് ചുറ്റുമുള്ളവർക്കും ഉണ്ടാക്കും. പക്ഷേ നിർത്താൻ അയാൾക്ക് സാധിക്കാത്ത പോയിന്റിൽ കുറയ്ക്കാൻ പറ്റുന്നുണ്ടോ? അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാന്നുണ്ടെങ്കിൽ, കുട്ടികൾ തുടങ്ങാതിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം, തുടങ്ങിയവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കണം, പറ്റാത്തവരെ കുറയ്ക്കാനെങ്കിലും നമുക്ക് സഹായിക്കാം. കറക്റ്റ്. അപ്പോൾ എല്ലാ പ്രായത്തിലും പ്രധാനമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും നമ്മുടെ സ്കൂളുകളിലും ബുക്കുകളിലും ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ഇപ്പോൾ അതിൻ്റെ ബോധവൽക്കരണം ആരംഭിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് തലത്തിലാണെങ്കിലും ഇപ്പോൾ എൻ്റെ മോൻ 9ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്, ടൊബാക്കോയും ഹസാർഡ്സിനെയും കുറിച്ചും പഠിക്കാനുണ്ട്. അപ്പോൾ ഒരു നല്ല കാര്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് കുറേ പേരുടെ നമ്മുടെ ഈ വീടുകളിലെ അന്തരീക്ഷം അതൊരു പ്രധാനമാണല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡ് ഫാദർ സ്മോക്ക് ചെയ്യുന്നു, അച്ഛൻ സ്മോക്ക് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ അച്ഛന് പറയാൻ പറ്റുക മോൻ സ്മോക്ക് ചെയ്യരുത് എന്നുള്ളത്? അപ്പോൾ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പോപ്പുലേഷനിൽ, ഒരു സൈക്കോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലും, ഒരു കണ്ടുകൊണ്ട് വളരുന്ന ഒരു മകൻ?
അവർ മോഡൽ ചെയ്യുന്ന ഒരു ബിഹേവിയർ ആയിട്ട് അത് മാറും. അതായത് ആ കുട്ടികൾ എപ്പോഴും പഠിക്കുന്നത്, നമ്മൾ എന്ത് പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അവർ ഇമിറ്റേറ്റ് ചെയ്യുക. നിങ്ങളിപ്പം ഒരു കുട്ടി പുസ്തകം വായിക്കുന്ന ശീലം മക്കളിൽ ഉണ്ടാവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈസിയസ്റ്റ് തിങ് നിങ്ങൾ വായിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ്. അതേപോലെയാണ് നിങ്ങളുടെ മക്കള് സിഗരറ്റ് ഉപയോഗിക്കാതിരിക്കണം അല്ലെങ്കിൽ മദ്യപാനം ആരംഭിക്കരുത് എന്ന് വിചാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാബിറ്റ് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. നമ്മുടെ മുമ്പിൽ വരുന്ന ടൊബാക്കോ ഉപയോഗം നിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന പലരും അവരുടെ ഹിസ്റ്ററിയിലേക്ക് കടക്കുമ്പോൾ ഫാദർ വലിച്ചിരുന്നു, ഗ്രാൻഡ് ഫാദർ വലിച്ചിരുന്നു, പലരും എന്റെ കയ്യിൽ കാശ് തന്നു വിടുമായിരുന്നു, എന്നെ കൊണ്ട് വാങ്ങിപ്പിക്കുമായിരുന്നു, അതിൽ നിന്ന് 1 or 2 എടുത്തിട്ടാണ് ഞാൻ തുടങ്ങിയത്, ഇത്തരത്തിലുള്ള കഥകളൊക്കെയാണ് പറയുക. അപ്പോൾ അത് ആ പോയിന്റിൽ ആ വീട്ടിലെ അഡൽട്ട് ആയിട്ടുള്ള ആളാരാണോ, മുതിർന്നവരാരാണോ അവർക്കാണ് റെസ്പോൺസിബിലിറ്റി ഉള്ളത്. കുട്ടി അത് കണ്ടുപഠിക്കരുത്, കുട്ടി അങ്ങോട്ട് നോക്കരുത് എന്ന് പറയും. ആ റെസ്പോൺസിബിലിറ്റി ആ കുട്ടിയുടെ തലയിൽ വെക്കുകയും ചെയ്യുന്നതിനേക്കാൾ ഇഫക്റ്റീവ് ആവുക, അത് വർക്കാവുക അഡൽട്ട് ആയിട്ടുള്ള ആളുകൾ കുട്ടിക്ക് മുമ്പിൽ അത് ചെയ്യാതിരിക്കുകയും അവരവരുടെ ഹാബിറ്റിനെ അണ്ടർ കൺട്രോൾ ആക്കുക അല്ലെങ്കിൽ ക്വിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അത് അടുത്ത തലമുറ അത് ഉപയോഗിക്കാനുള്ള സാധ്യതകൾ അതേപടി കുറയും. അപ്പോൾ അതിൻ്റെ അർത്ഥം ആദ്യത്തെ പാർട്ട് നമുക്ക് ഇങ്ങനെ വെക്കാം. ആദ്യത്തെ പാർട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ടത് കുട്ടികളിലാണ് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടതും പുകവലി തുടങ്ങുക അല്ലെങ്കിൽ ഈ ദുശീലങ്ങൾ തുടങ്ങാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിൽ ഏത് ചെറിയ മാർഗ്ഗങ്ങളായിക്കോട്ടെ. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പുകവലിക്കുന്ന ആളാണെങ്കിൽ നാളെ കുട്ടിയെ വിചാരിച്ചിട്ടെങ്കിലും അത് നിർത്തണം. കാരണം നാളെ അവനത് കണ്ടു വളരുമ്പോൾ അത് അവർക്കൊരു പ്രചോദനമാവും. ഇപ്പോൾ ഈ സിനിമയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കാണുന്നില്ലേ എന്നാണ് ചോദ്യമെങ്കിൽ കൂടുതൽ കാണുന്ന ഡെയിലി അച്ഛനെയും അച്ഛൻ്റെ അച്ഛനെയും അമ്മേനെയും ബാക്കിയുള്ള വീട്ടിലെ കുടുംബക്കാരെയൊക്കെയാണ്. അപ്പോൾ അവിടെ നമുക്കൊരു ഇൻസ്പിറേഷൻ മാതിരി അല്ലെങ്കിൽ റോൾ മോഡൽ, നേരത്തെ ശില്പ മാഡം പറഞ്ഞ മാതിരി റോൾ മോഡലായിട്ട് നിങ്ങളാരും മാറരുത്. അപ്പോൾ അതിനു വേണ്ടിയെങ്കിലും നമ്മൾ ഈ ശീലങ്ങൾ ഉപേക്ഷിച്ചേ പറ്റൂ. അപ്പോൾ നമ്മൾ അടുത്ത പോയിന്റ് ശില്പ ബേസിക്കലി പുക വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ. ഈ പുക വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് എൻ്റെ അടുത്ത് കുറേ രോഗികൾ പറയുന്ന എനിക്കറിയാം ഡോക്ടർ അത് മോശമാണ്, പക്ഷേ നേരത്തെ പറഞ്ഞ മാതിരി അഡിക്ഷൻ, ഈ ഹോർമോൺ, ഡോപ്പമിൻ സർജ്, വാട്ട് എവർ എന്തായാലും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കാരണമൊക്കെ ആയിരിക്കാം അദ്ദേഹത്തിന് നിർത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു നിർത്തണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്, പക്ഷെ നിർത്താൻ പറ്റുന്നില്ല. അപ്പോൾ അതിനു വേണ്ടി ഒരു വീടിൻ്റെ അന്തരീക്ഷത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്ത് ചെയ്യാൻ പറ്റും, അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇതിൽ മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ടൊബാക്കോ സെസേഷൻ 100% സക്സസ്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് തെറപ്യൂട്ടിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ട് വരണം. സൈക്കോതെറപ്പി എന്നുള്ള രീതിയിൽ, ഒരു പ്രോപ്പർ സൈക്കോതെറപ്പി എന്നുള്ള രീതിയിൽ അല്ലെങ്കിലും ചില ബിഹേവിയറൽ ഇന്റർവെൻഷൻസും അതിന് കിട്ടുന്ന പ്രൊഫഷണൽ സപ്പോർട്ടും അവർക്ക് നീഡഡ് ആയിട്ട് വരും. ചില കേസസിൽ ഇപ്പോൾ ടൊബാക്കോ ആണെന്നുണ്ടെങ്കിലും നിക്കോട്ടിൻ പാത്വേ നമ്മൾ നേരത്തെ പറയുണ്ടായി, അവിടെ വിഡ്രോവൽ സിംറ്റംസ് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിനെയും മാനേജ് ചെയ്യാൻ അയാൾക്ക് സാധിക്കണം, അതിനുള്ള സപ്പോർട്ട് കൊടുക്കുകയും വേണം. അപ്പോൾ എൻറ്റയർലി ഒരു വീടിന്റെ അന്തരീക്ഷത്തിൽ പൂർണ്ണമായിട്ടും ടൊബാക്കോ ഹാബിറ്റിനെ നിർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യനബിൾ ആണ്. നമുക്കത് സാധിക്കും എന്ന് പറയാനായിട്ട് പറ്റില്ല. പക്ഷെ ചെയ്യാവുന്ന ഒരു കാര്യം, ഒരു ചോദ്യം സ്വയം ചോദിക്കുക എന്നുള്ളതാണ്. എൻ്റെ ശീലം എന്താണ്? എൻ്റെ ശീലം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എത്ര സിഗരറ്റ് വലിക്കുന്നുണ്ട്, ഞാൻ എപ്പോൾ തുടങ്ങിയതാണ്, തുടക്കത്തിൽ നിന്ന് ഇന്നേക്ക് അതെങ്ങനെ മോഡിഫൈ ചെയ്ത് വന്നു. അതെ, ഞാൻ തുടങ്ങിയത് 1 സിഗരറ്റിലോ 2 സിഗരറ്റിലോ ആണ്, പക്ഷെ ഇന്ന് ഞാൻ 1 or 2 പാക്കറ്റ് ഒറ്റയടിക്ക് വലിച്ചു തീർക്കുന്നു. വലിയൊരു വ്യത്യാസം അവിടെ വന്നിട്ടുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക. ആൻഡ് എനിക്കൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ട്, അത് അക്സെപ്റ്റ് ചെയ്ത് അവിടെ ഇരിക്കുക എന്നുള്ളതല്ല. പലരുടെയും പ്രശ്നം കുഴപ്പമില്ല, ഞാൻ വിചാരിച്ചാൽ ഞാൻ നാളെ നിർത്തും എന്ന് പറയുന്നതാണ്. നിർത്താം, അത് നിർത്തണമെങ്കിൽ ആ സ്റ്റെപ്പ് നമ്മൾ മുമ്പോട്ടേക്ക് എടുക്കണം. അപ്പോൾ ആ സ്റ്റെപ്പ് എടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളത്. അപ്പോൾ സ്വയം ഒന്ന് ഒബ്സർവ് ചെയ്യുക, സെൽഫ് ഇൻട്രോസ്പെക്ഷൻ. ഞാൻ എൻ്റെ ഹാബിറ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ, എന്നെ നിർത്താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് വീട്ടിലൊരു കോൺവെർസേഷൻ ഉണ്ടാക്കുക. അതിന് നമ്മൾ അങ്ങനെ മറച്ചു വെക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ട്. കാരണം ഹാബിറ്റ് എല്ലാവർക്കും അറിയുന്ന, നിങ്ങൾ മറഞ്ഞിരുന്ന് സിഗരറ്റ് വലിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, നിങ്ങളുടെ സ്വഭാവത്തിലും നിങ്ങളുടെ സ്മെല്ലിലും വരെ അത് എവിഡന്റ് ആണ്. നിങ്ങളുടെ ഫാമിലിക്ക് അറിയാവുന്നതായിരിക്കും, കുട്ടികൾക്ക് അറിയാവുന്നതായിരിക്കും. ഒരു സംസാരം, ഒരു കോൺവെർസേഷൻ ഉണ്ടാക്കുക. എനിക്ക് നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ നിർത്താൻ താല്പര്യപ്പെടുന്നുണ്ട്. ആ ഒരു സാധനം അതിനകത്ത് ആ ഫാമിലിയിലെ വൈഫ് ആയിക്കോട്ടെ, കുട്ടിയായിക്കോട്ടെ, മുതിർന്ന മെമ്പേഴ്സ് ആയിക്കോട്ടെ, അവരെ ഇൻവോൾവ് ചെയ്യാം.
അവരിൽ ആ ഒരു കോൺവെർസേഷൻ, അവരിലെ സപ്പോർട്ട് നമ്മൾ സീക്ക് ചെയ്യാം. അതിൽ ഒരു പ്രോബ്ലവും ഇല്ല. ഫാമിലി സപ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനുശേഷം ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുക. എങ്ങനെയാണ് ഞാൻ നിർത്താൻ പോകുന്നത്? ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് സീക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഡെഫിനറ്റ്ലി അതാണ് ചെയ്യേണ്ടത്. ആൻഡ് അതിന് ഇപ്പോൾ നമുക്ക് റിസോഴ്സസ് അവൈലബിൾ ആയിട്ടും ഉണ്ട്. അപ്പോൾ അത് സീക്ക് ചെയ്യുക. ഒപ്പം ഫസ്റ്റ് തിങ് ആ സാധനം കയ്യിലുള്ളത് ഉപേക്ഷിക്കുക. നിക്കോട്ടിൻ അഡിക്ഷൻ എന്ന് പറയുന്നത് ആൽക്കഹോൾ വിഡ്രോവലിനെ പോലെ ഡിറ്റീസ് ഒന്നും വരാൻ സാധ്യതയുള്ള ഒരു സാധനമല്ല. ഒരു ഭയങ്കരമായ ഹെൽത്ത് ഹസാർഡായിട്ട് അത് മാറാനുള്ള സാധ്യതയില്ല. വിഡ്രോവൽ വന്നാൽ പോലും സെൽഫ് മാനേജബിൾ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് അത് ചെയ്യാൻ പറ്റും. അങ്ങനെ ആവുമ്പോൾ ഇന്ന് നിർത്താൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യുക. കയ്യിലിരിക്കുന്ന സാധനങ്ങൾ ഒഴിവാക്കുക, അത് ഉപേക്ഷിക്കുക. ഞാൻ ഇനി മുതൽ കളയുക, കയ്യിൽ വെക്കാതിരിക്കുക. അപ്പൊ എല്ലാ പാക്കറ്റുകൾ എന്തെങ്കിലും കത്തിച്ച് കളയുക, ഇല്ലെങ്കിൽ പുറത്തേക്ക് വലിച്ചെറിയുക, കത്തിക്കേണ്ട. ശരി, പുറത്തേക്ക് വലിച്ചെറിയുക. അതിനുശേഷം കത്തിക്കാൻ ഉദ്ദേശിച്ചത് തീ കൊളുത്തി കത്തിക്കുന്നതാണ്, കത്തിച്ച് വലിക്കുകയല്ല. ഓക്കെ, അതിന്റെ പുക അപ്പോഴും അത്ര ഉദ്ദേശിച്ചുള്ളൂ. ആൻഡ് ഇത് ഞാൻ ഉപേക്ഷിച്ചു, ഞാൻ അത് നിർത്തുകയാണ് എന്നുള്ളത് നമ്മൾ സംസാരിക്കുക, വീട്ടിൽ പറയാം ഞാൻ നിർത്തുകയാണ് എന്നുള്ളത്. അത് ചെയ്യുന്നതോടുകൂടി ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ നമുക്ക് കൊടുക്കുകയാണ്. ഞാൻ പ്രോമിസ് ചെയ്തു ഞാൻ ഇനി വലിക്കില്ല. എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്, ഞാനത് ഫുൾഫിൽ ചെയ്യാം. അതെ, നമ്മളവിടെ ഒരു സൈക്കോളജിക്കൽ ടെക്നിക്കായിട്ട് ഹിപ്പോക്രസിയുടെ ഒരു സാധനം യൂസ് ചെയ്യും. കാരണം ഞാൻ പറഞ്ഞു ഞാൻ വലിക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ ഇനി വലിക്കാൻ തുടങ്ങിയാല് ഞാൻ എന്തോ വിലയില്ല എന്നുള്ള ഒരു സാധനം, അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. അത്തരത്തിലുണ്ടാവുന്ന ഡിസണൻസ് എന്ന് പറയും, കോഗ്നിറ്റീവ് ഡിസണൻസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. ഇതാണ് വീടിന്റെ അന്തരീക്ഷത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഈ വൈഫും ബാക്കിയുള്ളവർ തീപ്പെട്ടിയൊക്കെ മാറ്റി വെക്കുക, അങ്ങനത്തെ ഉള്ളത്. കാരണം ഇതൊക്കെ എന്റെ രോഗികൾ പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾ തീപ്പെട്ടി മാറ്റി വെക്കും, നമ്മൾ തപ്പിയാൽ അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന് വലിക്കാൻ തോന്നത്തില്ല, തീപ്പെട്ടി കണ്ടാൽ തന്നെ. ട്രിഗേഴ്സ് ഒഴിവാക്കുന്നത് ഒരു നല്ല കാര്യമാണ്. അതായത് ആള് എപ്പോഴൊക്കെയാണ് വലിക്കുന്നത്, എപ്പോഴൊക്കെയാണ് വലിക്കാനുള്ള ഒരു ഈ ഭക്ഷണം കഴിഞ്ഞു കഴിഞ്ഞാലാണ് പൊതുവെ രോഗികൾ പറയാറ്. അതെ, ആ ഒരു ടെൻഡൻസി, എന്റെ ക്രേവിങ് എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത് എനിക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സമയങ്ങളൊക്കെ നോക്കിയിട്ട് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ സാധനത്തിന്റെ ട്രിഗർ ഇല്ലാതിരിക്കാൻ വേണ്ടി സ്ഥിരമായിട്ട് നിങ്ങൾ പോകുന്ന ഒരു കടയുണ്ട്, അവിടെ പോയി പലചരക്ക് വാങ്ങി വരുമ്പോൾ ഒരു പാക്കറ്റ് വാങ്ങുന്ന ശീലം ഉണ്ടെങ്കിൽ അവിടെ കറക്റ്റ് എമൗണ്ട് കൊണ്ട് കൊടുക്കൂ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ബാക്കിക്കാണ് നിങ്ങൾ സിഗരറ്റ് വാങ്ങുന്നതെങ്കിൽ കറക്റ്റ് എമൗണ്ട് കൊടുക്കും, അല്ലെങ്കിൽ കടക്കാരനോട് പറയാ എനിക്ക് തരണ്ട. ആൻഡ് ഇതൊക്കെ അയാൾ സ്വയം ചെയ്യുന്നതാണ് എപ്പോഴും ഇഫക്റ്റീവ് ആയിട്ടുള്ളത്. ഭാര്യ ഞാൻ നിങ്ങൾക്ക് ഇനി സിഗരറ്റ് കിട്ടാത്ത രീതിയിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കും എന്ന് ഡിസൈഡ് ചെയ്ത് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇംബാലൻസ് വരുന്നുണ്ട്. ആ ഫാമിലിയിൽ അതൊരു ഒരു ഫ്രിക്ഷൻ വരുന്നുണ്ട്. അപ്പൊ അത് ഒഴിവാക്കുക. ഇത് എപ്പോഴും ഡിസൈഡ് ചെയ്യേണ്ടത് ആരാണോ വലിക്കുന്നത് അയാളാണ്. ഇപ്പൊ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും വലിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അവരെ നിർത്തിപ്പിക്കണം എന്നാണെന്നുണ്ടെങ്കിൽ അവരോട് സംസാരിക്കാം. അവരോട് സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്ത് അവരുടെ സഹായത്തോടും സഹകരണത്തോടും കൂടിയിട്ട് നിർത്താം. അല്ലാണ്ട് നമുക്ക് അയാളെ ഉപദ്രവിച്ച് നിർത്തിപ്പിക്കാവുന്ന ഒരു സാധനമല്ല.